ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷംനാസ് കിച്ചൺ. നമ്മൾ ഇന്നിവിടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ട് നല്ല തേനുറുന്ന ചായക്കട സ്പെഷ്യലായിട്ടുള്ള പാൽ കേക്കാണ് റെഡിയാക്കുന്നത്. നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാൻ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടാണ് ഈ ഒരു പാൽ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് 2 മുട്ട എടുത്തത്. അപ്പോൾ 2 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മിൽമൻ്റെ ഒക്കെ നല്ല നെയ്യില്ലേ, അതൊരു 4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ, ഇനി പൊടിച്ചതായാലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ പതപ്പിച്ചെടുക്കൊന്നും വേണ്ട, ഈ ഒരു പഞ്ചസാര മെൽറ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ അത് നന്നാക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ ആട്ടപ്പൊടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് മൈദ വെച്ചിട്ട് ഒരു പാൽ കേക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ട ഒരു പാൽ കേക്ക് ആയിരുന്നു, കുറച്ച് മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെ ഇതും നല്ല ടേസ്റ്റുള്ള പാൽ കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ 2 കപ്പ് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു മുട്ടൻ്റെ മിക്സിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ്, പാൽപ്പൊടി. അപ്പോൾ 4 ടീസ്പൂൺ അളവിലാണ് പാൽപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി കയ്യിലില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, അതിന് പകരം ഇളം ചൂടുള്ള പാല് ചേർത്ത് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഇത് കുഴച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നാക്കി കുഴച്ചെടുക്കണം. അപ്പോൾ മൈദ കുഴക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല, കുറച്ച് സ്ട്രെയിൻ എടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതേപോലെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴക്കാൻ ആവശ്യമായിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളം, പെട്ടെന്ന് വെള്ളം കൂടിപ്പോവും. ഇനി ഇതിൽ വെള്ളം കൂടിയെന്ന് വിചാരിച്ച് പ്രശ്നമാക്കണ്ട, ഒരിച്ചിരി ആട്ടപ്പൊടി ചേർത്താൽ മതി. ഇനി ആട്ടപ്പൊടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളവും ചേർത്താൽ മതി, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ കൂടുതലായിട്ട് അങ്ങ് ആയി പോകരുത് എന്നുള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഏകദേശം നല്ല സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഞാനൊരു ബോൾസ് പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 3-4 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അടച്ച് വെക്കണം കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുമ്പോൾ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3/4 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. അപ്പോൾ അതിലേക്ക് ഒരു 3-4 ഏലക്കായ കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പൊക്കെ ആയി വരട്ടെ. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ എടുത്തു വെച്ച മാവില്ലേ, അത് 2ആയിട്ട് ഭാഗിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ പരത്തിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഓവറായിട്ട് അങ്ങ് കട്ടി കുറച്ച് പരത്തിയെടുക്കണ്ട, കുറച്ചൊരു കട്ടിയിൽ പരത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം കട്ടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുത്തത്. അപ്പോൾ ഞാൻ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളത്ര വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ 4-5 പീസാക്കിയതിന് ശേഷം നടുവിലൂടെ ഒരു ലൈൻ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇത് 10 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഈ ഒരു പാൽ കേക്ക് റെഡിയാക്കിയത്. ഞാൻ മുമ്പ് റെഡിയാക്കിയ പാൽ കേക്ക് നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ പാൽ കേക്കില്ലേ, ആ ഒരു പാൽ കേക്കായിരുന്നു. ഈ ടൈം ആയപ്പോൾ ഷുഗർ സിറപ്പൊക്കെ കൂടെ ഏകദേശം നന്നായിട്ട് നൂൽപ്പരുവൊക്കെ ആയി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇപ്പോൾ ഇതാ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഓരോ പീസും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 4-5 പീസൊക്കെ ഒരേ ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നാക്കി ചൂടാക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടൂല. നമ്മൾ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. അപ്പോൾ ഉള്ളിൽ വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇത് എണ്ണയിൽ നിന്നും കോരിയിട്ട് നല്ല ചൂടായിട്ടുള്ള ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കണേ. അപ്പോൾ ഞാനിവിടെ ഈ ഫസ്റ്റിലെ ട്രിപ്പ് മൊത്തം ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് കുറച്ച് ടൈം ഈ ഷുഗറിൽ കിടക്കട്ടെ, എന്നാലേ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങുള്ളൂ. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് അടുത്തതും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പതഞ്ഞ് വരുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമ്മൾ മുട്ട ചേർത്തതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ അടുത്തതും ഇതേപോലെ ഞാൻ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിൻ്റെ ചൂടൊന്ന് കുറഞ്ഞപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, സ്റ്റൗവിൽ വെച്ചിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുത്താൽ. അപ്പോൾ അതാ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ ചൂടൊക്കെ പോയപ്പോൾ ഇതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കഴിക്കാനാണ് കേട്ടോ അതിന് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ട് വെച്ച് ചെയ്തതാണെന്നൊന്നും ആരും പറയൂല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകം കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസിയാണ്. അപ്പോൾ ഈ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.